പുതിയ വഴി, പുതിയ കാലം ഒക്കെ വരുമ്പോൾ ഡ്രൈവിംഗ് സംസ്കാരത്തിൽ കൂടി വലിയ ശ്രദ്ധ നമ്മൾ പതിപ്പിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കേരളം എങ്ങനെ മാറുന്നു എന്ന് കാണണമെങ്കിൽ കൈരളി കാണുക. മറ്റു ചാനലുകൾ വികസനങ്ങൾ മറച്ചുപിടിക്കുന്നുവെന്ന വിമർശനം ആന്റണി വർഗീസ് മുന്നോട്ട് വെക്കുന്നു. സോമൻ ഊരാളുങ്കൽ ലാഭം പോലും തിരിച്ച് സർക്കാരിലേക്ക് കൊടുക്കുന്നു, വേറെ ഏത് കോൺട്രാക്ടർ അങ്ങനെ ചെയ്യും എന്ന് ചോദിക്കുന്നുണ്ട്. ഇതേ ഊരാളുങ്കലിലെയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും ഒക്കെ നാഴികയ്ക്ക് 40 വട്ടം ഒരു അവസരം കിട്ടിയാൽ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. അതും കൂടി ഓർമ്മ വെക്കണം എന്ന് ഞാൻ പറയുകയാണ്. ആറുവരിപ്പാത സംസ്ഥാനത്തിന്റെ അഭിമാനമായി മാറും, വികസനം അനുഭവിച്ചറിയണം. താജുദ്ദീൻ എഴുതുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകട്ടെ. ഞാൻ നേരെ പോകുന്നു മലപ്പുറത്തേക്ക്. മലപ്പുറത്ത് നിന്ന് KT സ്വാലിഹ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. മലപ്പുറത്തെ ദേശീയപാത വികസനം എങ്ങനെയാണെന്ന് നമ്മളോട് പറയാനായി. സ്വാലി, ഗുഡ് മോർണിംഗ്. മലപ്പുറത്തെ വികസന കാഴ്ചകൾ, നാഷണൽ ഹൈവേ ഞെട്ടിപ്പിക്കുന്നതാണ്. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ എതിർപ്പുണ്ടായ ഇടം കൂടിയായിരുന്നല്ലോ മലപ്പുറം എന്ന് പറയുന്നത്. ഇന്ന് മലപ്പുറത്തിന്റെ മാറിയ കാഴ്ചകൾ എന്താണ്? ദേശീയപാതയുടെ പണികൾ എത്ര ശതമാനം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു? മനു, മലപ്പുറത്ത് ഏതാണ്ട് പണികളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. റോട്ടിൽ ഈ വെള്ളവര, അതോടൊപ്പം തന്നെ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കുക, ഇതുൾപ്പെടെയുള്ള പ്രവൃത്തികളെല്ലാം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു അന്തിമഘട്ടത്തിൽ അവസാന മിനുക്ക് പണികൾ പല ഭാഗങ്ങളിലും ഈ പാലങ്ങളുടെയൊക്കെ ഭാഗത്തുണ്ട് എന്നതല്ലാതെ മറ്റു കാര്യമായ പ്രവൃത്തികളൊന്നും അവശേഷിക്കുന്നില്ല. വാഹനങ്ങൾക്കൊക്കെ തുറന്നുകൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കാണാം, വളരെ മനോഹരമായ കാഴ്ചയാണ്. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ കോട്ടക്കലിന് സമീപം എടരിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എടരിക്കോട് നേരത്തെ തുടർച്ചയായി വാഹനാപകടങ്ങളും മറ്റുമൊക്കെ നടന്നിരുന്ന വലിയ തിരക്കുള്ള ഒരു റോഡായിരുന്നു. നമുക്ക് ദൂരെ പഴയ ഹൈവേ നമുക്ക് കാണാൻ കഴിയും, വാഹനങ്ങൾ പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് നിന്ന് മാറി മറ്റൊരു റോഡായി തന്നെയാണ് പുതിയ ഹൈവേ ഇവിടെ വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിൽ നമുക്കറിയാം വലിയ പ്രതിഷേധങ്ങൾ, ഞങ്ങളുടെ നെഞ്ചിലൂടെ മാത്രമേ ഈ റോഡ് പോകൂ എന്നൊക്കെ പറഞ്ഞ് സ്ഥലം ചോദിച്ച് വരരുതെന്ന് പറഞ്ഞ ആളുകൾ വീടിന് മുൻപിലൊക്കെ ബോർഡ് സ്ഥാപിച്ച സ്ഥലം കൂടിയായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ആളുകളെല്ലാം വലിയ പ്രതിഷേധത്തിന്റെ മുമ്പിൽ നിന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇങ്ങനെ ഈ സമരത്തിന്റെ ഒക്കെ മുമ്പിലുണ്ടായിരുന്നു. ആ സ്ഥലത്താണ് ഇപ്പോൾ പൂർണ്ണമായി പുതിയ റോഡ് വന്നിരിക്കുന്നത്. ഈ രാമനാട്ടുകര വളാഞ്ചേരി സ്ട്രെച്ചിൽ 82%, വളാഞ്ചേരി കാപ്പിരിക്കാട് ഏതാണ്ട് 96% പ്രവൃത്തി പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇവിടെ തന്നെ വട്ടപ്പാറ വളവ് നിരന്തരം അപകടങ്ങൾ ഉണ്ടാവുന്ന ഒരു സ്ഥലമായിരുന്നു. സംസ്ഥാനത്ത് തന്നെ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ അപകടം നടന്ന ഹൈവേയിലെ ഭാഗമായിരുന്നു അത്. അവിടെ ഏറ്റവും നീളം കൂടിയ വയഡക്റ്റ് വന്നിരിക്കുന്നു, വലിയ ആകാശപാത വന്നിരിക്കുന്നു. അതിമനോഹരമായ കാഴ്ച. അതോടൊപ്പം തന്നെ തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളുണ്ട്. ഇവിടെ ഈ പാണമ്പ്ര വളവ്, യൂണിവേഴ്സിറ്റിക്ക് സമീപം പാണമ്പ്ര വളവ്, സിനിമാ നടൻ ജഗദീഷ് ശ്രീകുമാറൊക്കെ അപകടത്തിൽപ്പെട്ട ഒരു സ്ഥലം. അതിൻ്റെ പേരിലാണ് ആ സ്ഥലം പിന്നീട് ഏറെ നാളായി അറിയപ്പെട്ടിരുന്നത്. അവിടെയൊന്നും ഇനി അങ്ങനെ ഒരു വളവ് ഉണ്ടായിരുന്നു എന്ന് പോലും പുതിയ തലമുറയോട് പറഞ്ഞാൽ പോലും വിശ്വസിക്കാത്ത തരത്തിൽ ഗ്രീൻഫീൽഡ് റോഡ് വന്നിരിക്കുന്നു. അത് കടന്നു പോകുന്നു. ഒന്ന് സ്വാലി, ഇത്രയും സംസാരിച്ചപ്പോൾ ഈ ദേശീയപാതയുടെ യാത്ര ചെയ്തപ്പോൾ എന്ത് തോന്നി? എങ്ങനെയുണ്ടായിരുന്നു യാത്ര? അതൊന്ന് പറയുക. മറ്റൊന്ന്, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നിങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്നുണ്ടായിരുന്നല്ലേ, ഇതൊക്കെ ഗഡ്കരിയുടെ റോഡല്ലേ, അതിന് കേരള സർക്കാർ ഇത്ര നെഗളിപ്പ് കാണിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ എന്നാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് UDF സർക്കാരിന്റെ കാലത്ത് ഇത് പണി പൂർത്തിയാക്കാൻ കഴിയാതെ പോയത്, അല്ലെങ്കിൽ പണി തുടങ്ങാൻ പോലും കഴിയാതെ പോയത്? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫീസും പൂട്ടിപ്പോയത്? ആ ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന് മറുപടി ഉണ്ടായിരുന്നോ? തീർച്ചയായും മനു, ഇവിടെ ഈ സമരമൊക്കെ നടക്കുന്നതിൻ്റെ ഒരു കാരണം, അന്ന് എന്തായിരുന്നു അതിൻ്റെ കാരണമെന്ന് ആലോചിച്ചാൽ മതി. അന്ന് CPM പ്രവർത്തകർ പോലും പല ഭാഗത്ത് സമരം നടത്തിയിരുന്നു. അന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യം, ഈ ഭൂമി ഏറ്റെടുക്കുമ്പോൾ അവർക്ക് അതിനർഹിച്ച ഒരു നഷ്ടപരിഹാരം കിട്ടണം എന്നതായിരുന്നു മലപ്പുറത്തെ പ്രതിഷേധങ്ങളുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. അത് തന്നെയാണ് ഇടത് സർക്കാർ വന്നതോടെ പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. ആളുകൾ എങ്ങനെയാണ് ഈ പരിസര പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഭൂമി നൽകിയത്, അവർക്ക് എത്ര രൂപയാണ് കിട്ടിയത് എന്നതൊക്കെ നമ്മുടെ മുൻപിലുള്ള കാര്യമാണ്. ആളുകൾ എങ്ങനെയെങ്കിലും ദേശീയപാതയോരത്ത് സ്ഥലം ഉണ്ടായാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ആളുകളായി ഈ പ്രദേശത്തുള്ളവരൊക്കെ മാറുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. അങ്ങനെ ആളുകൾ പൂർണ്ണമായി
ഇതൊക്കെ ഒഴിവാക്കി വലിയ നഷ്ടപരിഹാരം അവർക്ക് കിട്ടി. അങ്ങനെ അത് തന്നെയാണ് ഇതിലൊരു വലിയ മാറ്റം ഉണ്ടാക്കിയത്. അത് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനൊക്കെ ഓർമ്മയുണ്ടാവും. കാരണം സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ആളുകളൊക്കെയാണ് ഞങ്ങളുടെ നെഞ്ചത്തുകൂടെയാണ് ഈ റോഡ് പോകൂ എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രതിഷേധം ഇവിടെ ഉണ്ടാക്കിയിരുന്നത്. അവരെല്ലാം പിന്നെ നെഞ്ചടക്കം ഒഴിഞ്ഞു കൊടുക്കുന്നത് വലിയ നഷ്ടപരിഹാരം കിട്ടിയിട്ട് തന്നെയാണ്. ആളുകൾക്ക് ഒരുപക്ഷെ ചിന്തിക്കാൻ പോലും എങ്ങനെയാണ് സർക്കാരുകളൊക്കെ നഷ്ടപരിഹാരം നൽകി വന്നിരുന്നത്, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അവർക്ക് അർഹിച്ച പണം കിട്ടി, സന്തോഷമുള്ള ഒരു പണം കിട്ടി. അങ്ങനെ മാറിക്കൊടുത്ത് തന്നെയാണ് ഈ റോഡ് പൂർത്തിയായിരിക്കുന്നത്. നേരത്തെ മനു തുടക്കത്തിൽ സിജുവിൻ്റെ ക്ഷണം സ്വീകരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. കാസർകോട്ടേക്ക് പോകേണ്ടത് നമുക്ക് മലപ്പുറം വഴിയാണ്. മലപ്പുറം തന്നെ ആയിരിക്കും ഏറ്റവും മനോഹരമായ പാത വരുന്നത്. നമ്മുടെ ഒരു സംശയവുമില്ല സ്വാരി, സ്വാരിയുടെ ക്ഷണം സ്വീകരിച്ച് നമ്മൾ മലപ്പുറത്തെത്തി ആ റോഡിലൂടെ ഒരു ഗംഭീര യാത്ര നടത്തിയതിനു ശേഷം മാത്രമേ പോവുകയുള്ളൂ. പോരെ, നമുക്കങ്ങ് അടിച്ചു പൊളിക്കാം. തീർച്ചയായും നമുക്ക് ഈ വയഡക്റ്റ് വഴിയൊക്കെ ഒന്ന്, ഈ വട്ടപ്പാറ വയഡക്റ്റ്, യൂണിവേഴ്സിറ്റി, പാണമ്പ്ര വളവ്, ഇതൊക്കെ നമുക്കൊന്ന് വാഹനത്തിൽ നമുക്കൊന്ന് യാത്ര ചെയ്ത് കാണണം. വളരെ മനോഹരമായിട്ടുണ്ട്. ഏതായാലും ഉടനെ തന്നെ അതിൻ്റെ തുറന്നു കൊടുക്കും. ഞാൻ മനസ്സിലാക്കുന്നത് മലപ്പുറം റീച്ച് ഉടനെ തന്നെ തുറന്നു കൊടുക്കുമെന്നാണ്.